ഇത്ര കവിതയാണ് കെത്തളും. ഏട്ടക്കൂരി എന്നാണ് അതിൻ്റെ മലയാളം തർജ്ജമയായി തന്നിരിക്കുന്നത്. എഴുതിയത് സുകുമാരൻ ചാലിഗദ്ധ, വയനാട് കുറുവ ദ്വീപിനടുത്തുള്ള ചാലിഗദ്ധ എന്ന ഊരിൽ നിന്നും വന്ന ഒരു ആദിവാസിയായ കവിയാണ് സുകുമാരൻ ചാലിഗദ്ധ. വാച്ചിമാരനാണ് സുകുമാരനായത്. നമുക്കറിയാം ആദിവാസികളുടെ ജീവിതങ്ങളെക്കുറിച്ച് മലയാളത്തിലെ എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പി വത്സലയുടെ നെല്ല് പോലെയുള്ള ധാരാളം രചനകൾ, അതുപോലെ KJ ബേബി, മാവേലി മന്ത്രം തുടങ്ങിയ ആളുകൾ. പക്ഷേ അവരുടെ ഇടയിൽ നിന്ന് അവരുടെ ജീവിതത്തെക്കുറിച്ച്, കാഴ്ചകളെക്കുറിച്ച്, നാടിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. മറ്റൊരാൾ പറയുന്നതിനേക്കാൾ എത്രയോ വ്യത്യസ്തമാണത്. കുറച്ചുകൂടി സത്യസന്ധമായിരിക്കും. ഇപ്പോൾ നാരായൺ അക്കൂട്ടത്തിലുള്ള ഒരു എഴുത്തുകാരനാണ്. അതുപോലെയുള്ള ധാരാളം കവികൾ ഇപ്പോഴുണ്ട്. അവരിലൊരാളാണ് സുകുമാരൻ ചാലിഗദ്ധ. അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് എപ്പോഴും ആദിവാസികളെക്കുറിച്ച്, അവരുടെ സങ്കടങ്ങളും നിസ്സഹായതയും ചൂഷണത്തെക്കുറിച്ചൊക്കെ പാടുന്നതിനോടൊപ്പം അവരുടെ നന്മകളെയും നേട്ടങ്ങളെയും കുറിച്ച്, അവരുടെ അഭിമാനബോധത്തെക്കുറിച്ച്, അവരുടെ കാഴ്ചകളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ അവശര് എന്ന നിലയിലല്ലാതെ സ്വത്വാവബോധമുള്ളൊരു ജനത എന്ന നിലയിൽ അവരുടെ ഉൾക്കാഴ്ചകൾ അവതരിപ്പിക്കാനാണ് എനിക്കിഷ്ടം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കവിതയിൽ സ്വന്തം നാടിൻ്റെ ചില കാഴ്ചകൾ, സ്വന്തം നാട്ടിലെ മനോഹരമായ ചില ദൃശ്യങ്ങൾ, ഇത് എഴുതിയിരിക്കുന്നത് ഗോത്രഭാഷയിലാണ്. ബറുവ എന്ന ഗോത്രഭാഷയിൽ, ആ പ്രദേശത്തുള്ള ഭാഷയാണത്. അതിൻ്റെ മലയാളത്തിൻ്റെ തർജ്ജമ കൂടി നൽകിയിട്ടുണ്ട്. ഗോത്രഭാഷയ്ക്ക് അവർ പ്രാധാന്യം കൊടുക്കാൻ കാരണം അവരുടെ വാമൊഴിയുടെ സൗന്ദര്യം അതിലുണ്ട്. മാത്രമല്ല അവരുടെ സ്വത്വം, അവരുടെ ആത്മാവ്, അവരുടെ ഭാഷയാണ്, അവർ സംസാരിക്കുന്ന അവരുടെ ഭാഷ. ആ ഭാഷയിൽ പാടാനാണ് അവർക്കിഷ്ടം. നമുക്കറിയാമല്ലോ, എപ്പോഴും അവരവരുടെ ഭാഷകൾ ഉപയോഗിക്കാനാണ് ഏത് എഴുത്തുകാർക്കും എളുപ്പമുണ്ടാവുക. മലയാളം പഠിച്ചെഴുതുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് അവരുടെ ഭാഷയിൽ പാടുക. അവരുടെ നാടിനെക്കുറിച്ച്, അവരുടെ കാഴ്ചകളെക്കുറിച്ച്, അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, വെല്ലുവിളികളെക്കുറിച്ചൊക്കെ പാടുക എന്നുള്ളത്, അതും അവരുടെ ഭാഷയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അവരതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആ ഗോത്രഭാഷയിൽ എഴുതപ്പെട്ട രചനയാണ് കെത്തളും. ഈ കവിതയിലെ, ഗോത്ര കവിതയിലെ മനോഹരമായ ചില കാടിൻ്റെ ചില കാഴ്ചകൾ സൂചിപ്പിക്കുന്നുണ്ട്. ചില ബിംബങ്ങളും കൽപ്പനകളും ഉണ്ട്. അതോടൊപ്പം പരിസ്ഥിതി നേരിടുന്ന ഭീഷണികളുണ്ട്. ആദിവാസി സമൂഹം നേരിടുന്ന കഷ്ടപ്പാടുകളും അവശതകളും ഉണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരായതുകൊണ്ട് പലപ്പോഴും അവരെ അരികു ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങളുടെ ആവിഷ്കാരം എല്ലാം ഉണ്ട്. ഇപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ച് ഉള്ള സൂചനകളുണ്ട്, സ്വന്തം സമൂഹം അനുഭവിക്കുന്ന വേദനകളുണ്ട്, കാട്ടിലെ മനോഹരമായ ചില കാഴ്ചകളുണ്ട്, ചില ബിംബങ്ങളുണ്ട്. അതെല്ലാം തനതായ ഭാഷയിൽ ആവിഷ്കരിക്കാനാണ് കവി ശ്രമിക്കുന്നത്. ഇന്നലെ ഒരു കാട്ടാന പെറ്റു വീണ കുഞ്ഞ് കറുത്തത് എന്നാണ്. കാട്ടാന പെറ്റ കുഞ്ഞ് കറുപ്പ് അവരുടെ ഐഡൻറ്റിറ്റിയാണ്, അല്ലേ? അവരുടെ നിറമാണ് കറുപ്പ്. അതിലവർ അഭിമാനിക്കുന്നു. കാട്ടാന ശ്രേഷ്ഠനാണ്, ശക്തനാണ്, അതിൻ്റെ നിറം കറുപ്പാണ് എന്നാണ്. ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു. അതൊരു സുന്ദരമായൊരു ബിംബമാണ്, ഒരു ദൃശ്യമാണ്. ചോലക്കാട് എന്ന് പറഞ്ഞാൽ മരങ്ങൾ വളർന്നു നിൽക്കുന്ന കാട്, അരികിലുള്ള നദി, പുഴ. അതിലൂടെ നീർക്കാക്കകൾ ഈ പുഴയിലൂടെ മുങ്ങി പോകുന്ന നീർക്കാക്കകൾ ധാരാളം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് മുങ്ങിയ കുഴിയിലൂടെ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു എന്ന് പറഞ്ഞാൽ അവരവിടെ ചുറ്റും കൂടി നിൽക്കുന്നു. കുറേ പേര് ഒരുമിച്ച്. നമ്മൾ കണ്ടിട്ടില്ലേ പരൽ മീനുകളൊക്കെ വെള്ളത്തിൽ തിളങ്ങുന്നത് നമുക്ക് കാണാം, അടുത്തടുത്ത് ഇങ്ങനെ നിന്ന്. അത് കണ്ടാൽ വീട്ടുതിണ്ണ കെട്ടുന്നത് പോലെ, അല്ലേ? വീടിൻ്റെ കോലായ ഭിത്തി നിർമ്മിക്കുന്നത് പോലെ അത്ര അടുത്തടുത്ത് അവരെന്തോ തിരക്കിട്ട് എന്തോ കാര്യങ്ങൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്കൊരു മനുഷ്യരൂപം ആരോപിച്ചിരിക്കുക. മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ 5-8 പെണ്ണിനെ തേടുന്നു എന്നാണ്. മരവാഴപ്പൂക്കൾ എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പുസ്തകത്തിൽ തന്നെ ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. കാട്ടിലെ ഓർക്കിഡുകൾ, അല്ലേ? കാട്ടിൽ വളരുന്ന മനോഹരമായ ഓർക്കിഡുകൾ, അല്ലേ? അവർ ഇണ തേടുന്നു എന്നാണ്. പരാഗണത്തിലൂടെ ഇണ തേടുന്നു. സ്വാഭാവികമായ ഒരു പരസ്പര ആകർഷണത്തിൻ്റെ കാഴ്ചയാണ്. മൂങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് മൂക്കുത്തി വേണം. കല്ലുന്തി മീൻ ഒരു വിഭാഗമാണ്. അത് മൂങ്ങാങ്കുഴി ഇടുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിലൂടെ ഊളിയിട്ട് പോവുക. അതിന് മൂക്കുത്തി വേണമെന്നാണ്. മൂക്കുത്തിക്ക് നല്ല തിളക്കമുണ്ട്, അതിനും സൗന്ദര്യം വേണമെന്നത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. കല്ലുന്തി മീന് തിളക്കമുണ്ട്, അതോടൊപ്പം തന്നെ അതിന് മൂക്കുത്തി വേണമെന്നത് മോഹിക്കുന്നു. ഒരു സ്ത്രീ സങ്കല്പം അല്ലെങ്കിൽ ഒരു സ്ത്രീ രൂപം അതിൽ ആ മീന നൽകിയിരിക്കുക. കന്നാരമ്പുഴയിലെ കല്ലുകൾ ഉരസി നരസിക്ക് നര വീണു എന്നാണ്. അത് നമുക്കറിയാമല്ലോ, ഈ പുഴയിലെ വെള്ളം വന്ന് വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി പുഴയിലെ വെള്ളം കല്ലിൽ ഉരസുമ്പോൾ ആ കല്ലുകളുടെ ആ പരിപരിപ്പൊക്കെ മാറി അത് മിനുസമുള്ളതായി മാറും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ പളുങ്ക് പണികൾ ഉണ്ടാകുന്നത് അങ്ങനെയാണല്ലോ. ഈ വലിയ പാറക്കെട്ടുകളിൽ നിന്ന് തെറിച്ച് വീഴുന്ന
പാറക്കഷ്ണങ്ങൾ ഈ പുഴയിലൂടെ ഒഴുകി ഒഴുകി ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് അവസാനമാവാ ഈ വെൺമുത്തുകളായി മാറുന്നു. വെൺമുത്തല്ല, വെണ്ണക്കല്ലുകളായി മാറുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ പുഴവെള്ളം വീണ് വീണ് ഉരസി അതിൻ്റെ മുനകളൊക്കെ മാഞ്ഞ് നരസിപ്പുഴ, അതൊരു പുഴയാണെന്ന് താഴെ സൂചിപ്പിക്കുന്നുണ്ട്. ആ കല്ലുകൾക്ക് വന്ന മാറ്റാണ് നരവീണ, പ്രായം ബാധിച്ച ആ പുഴയുടെ ഒരവസ്ഥ. എങ്കിലും മനോഹരമായ ഒരവസ്ഥ സൂചിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല വരികൾക്കൊരു പ്രത്യേകതയുണ്ട്. ചില വാക്കുകൾ, ചില അക്ഷരങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. കന്നാരം, ഉരസി, നരസി, നര, അത് ആവർത്തിച്ചിട്ടുള്ള ശബ്ദാലങ്കാരത്തിൻ്റെ ആവർത്തനം ഉണ്ട്. പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു. മറ്റൊരു മനോഹരമായൊരു കാഴ്ചയാണ്. പൊന്നും ചുമന്ന്, പുഴ പൊന്നു ചുമക്കുക എന്ന് നമ്മൾ പറയുന്നത് സാധാരണ സൂര്യപ്രകാശം വെക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് രാവിലത്തെ എത്രയോ മനോഹരമായ കവിതകൾ ഉണ്ടായിട്ടുണ്ട്. പൊന്നു ചുമന്ന് സൂര്യനാളം വീണ ഈ പുഴ ദൂരേക്ക് ആ പൊന്നും ചുമന്നുകൊണ്ട് ആ പൊന്ന് ആർക്കും നൽകാതെ എവിടേക്കോ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു എന്നാണ്. കാണാനില്ല, അതിവേഗം പോകുന്ന, കാട്ടിലൂടെ ഒഴുകുന്ന ഒരു പുഴ. അതിവേഗമാണ് അതിൻ്റെ യാത്ര. അതിൻ്റെ ദേഹം മുഴുവൻ സ്വർണം, സൂര്യകിരണങ്ങളാകുന്ന സ്വർണം പൊതിഞ്ഞു കിടക്കുന്നു. അത് ആർക്കും കൊടുക്കാതിരിക്കാനാവാം, അത് കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു, അതിനെ കാണാനില്ല എന്നാണ്. അത്ര വേഗത്തിൽ പോകുന്ന ഒരു പുഴ. ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാട്ടുന്ന കാറ്റ് എന്നാണ്. കൈതപ്പൂവും ഏറ്റവും സുഗന്ധമുള്ള ഒരു പുഷ്പമാണ്. ഈ കൈതോലകൾക്കുടവിൽ കാണുന്ന നല്ല കസവിൻ്റെ നിറമുള്ള മനോഹരമായ പൂവാണ് കൈതപ്പൂവ്. എവിടെയുണ്ടെങ്കിലും അതിൻ്റെ ഗന്ധം നമ്മളെ തേടിയെത്തും. ആ കൈതപ്പൂവ് ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമായ ഒരു കൽപ്പനയാണത്. പാടവരമ്പത്ത് നിന്നോ അല്ലെങ്കിൽ കാട്ടിൻ്റെ ഏതെങ്കിലും മൂലയിൽ നിന്നോ അതിൻ്റെ ഇതളുകൾക്കിടയിൽ നിന്ന് അത് ഒളിഞ്ഞു നോക്കി, ആരെയോ ഒളിഞ്ഞു നോക്കി എന്നാണ്. ഒളിഞ്ഞു നോക്കി അല്ലേ, സുന്ദരമായൊരു നോട്ടം. അവിടേക്ക് ഓടിയെത്തിയത് ആരാണ്? കാറ്റെത്തി, വഴിവെട്ടി. കാറ്റ് അവിടെ വഴിയില്ല എങ്കിലും വഴി വെട്ടി കാറ്റ് അങ്ങോട്ട് വന്നു എന്നാണ്. കൈതപ്പൂവിനെ തേടി കാറ്റ് വന്നിരിക്കും. കാരണം ആ ചുറ്റുമുള്ള കാറ്റിലെങ്ങും കൈതപ്പൂവിൻ്റെ ഗന്ധമുണ്ട്, മനോഹരമായ ഗന്ധമുണ്ട്. ആ കൈതപ്പൂവിനെ തേടി വന്ന, ഒളിഞ്ഞു നോട്ടം കണ്ട് തേടി വന്ന കാമുകനായ കാറ്റ് ആ ഗന്ധം മുഴുവൻ പരത്തു എന്നുള്ള സുന്ദരമായൊരു കൽപ്പനയാണത്. ചുറ്റും നനച്ച് ഉറങ്ങിയ കാട്ടുമുയലിന് വല വെറും പുല്ലും. കാട്ടുമുയൽ ഉറങ്ങുന്നുണ്ട് അവിടെ, പക്ഷേ അതിന് പുല്ലുണ്ട്, അതിനോടൊപ്പം അതിന് വലയും ഉണ്ടാകാം എന്നാണ്. ചിലപ്പോൾ അതിൻ്റെ ഒരു സുരക്ഷിതത്വമില്ലാത്ത ഒരവസ്ഥ കൂടി സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം അല്ലേ. പുല്ല് മേഞ്ഞു തിന്നുന്ന അത് ഒരു പക്ഷേ വലയിലും അകപ്പെട്ടേക്കാം എന്നുള്ളൊരു സൂചന ആയിരിക്കാം എന്ന് തോന്നുന്നു. പുഴവെട്ടി നീന്തുന്ന വാള ഒരു മീനാണ്, നല്ല നീളമുള്ളൊരു മീൻ. അത് പുഴ വെട്ടി നീന്തുന്നു എന്ന് പറഞ്ഞാൽ നല്ല വേഗത്തിൽ എതിരെ നീന്തി പോവാണ് പുഴവെട്ടി. കരവെട്ടിച്ചാടുന്ന ഏട്ടക്കൂരിയും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു മത്സ്യമാണത്. അത് കരവെട്ടിച്ചാടുന്നതാണ്. ഇവർക്കൊക്കെ അത് തൊട്ടടുത്ത കാഴ്ചകൾ കാണാനും ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് അവർ കാടിൻ്റെ മക്കൾ. എന്തൊരു ചന്തം, എന്തു ഭംഗിയാണ് അത് കാണാൻ. ആ വാളയെ കാണാനും ഏട്ടക്കൂരിയെ കാണാനും ആ പുഴയ്ക്കിടെ ആ വേഗത്തിനും ഒഴുക്കിനും എതിരെ നടക്കുന്ന അവരെ കാണാനൊക്കെ എന്തു രസമാണ്. അവരുടെ ചാട്ടം കാണാനും നീന്തൽ കാണാനും എന്തൊരു ഭംഗിയാണ്. ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട്. കണ്ടോ, അവിടെ മലകളുണ്ട്, കാടാണ്. ആ മലയ്ക്ക് കണ്ണുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സാക്ഷിയാണ്, എല്ലാം കാണുന്നുണ്ട്. ആ മല വെറും ഒരു മലയല്ല, പ്രകൃതിയാണ്. പ്രകൃതിയിലെ എല്ലാ കാഴ്ചകളും കാണുന്ന മലകളാണ്. കുത്തി വീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു. നോക്കൂ, ആ മലയിൽ നിന്ന് അടർന്നു വീഴുന്ന കല്ലുകൾ വെളുത്ത ചോര. മനുഷ്യന് മാത്രമാണ്, നമുക്കൊക്കെ ചമന്ന രക്തമാണ്, പക്ഷേ ആ കല്ലിൻ്റെ വെളുത്ത ചോര കക്കുന്നു, ഛർദ്ദിക്കുന്നു എന്നാണ്. കല്ലുകൾ താഴെ വീഴുന്ന കല്ലുകൾ വെളുത്ത ചോര കക്കുന്നു. ഒരു പക്ഷേ പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങളായിരിക്കാം അല്ലേ. JCB കൊണ്ടൊക്കെ ഈ കല്ലും കട്ടയൊക്കെ അല്ലെങ്കിൽ വലിയ മലകളൊക്കെ ഇടിച്ചു നിർത്തുന്നതിൻ്റെ ഒരു സൂചനയാകാം കവി തരുന്നത്. കാരണം കല്ലുകൾ ഇടിഞ്ഞു വീഴുമ്പോൾ മലകൾ അതൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും ഈ സമൂഹത്തിൻ്റെ സങ്കടങ്ങൾ അത് അവരുടെ ഒരു പ്രതീകമായി മാറാം. കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. ഇവിടെ കല്ലിനും ചോരയുണ്ട്, അതിൻ്റെ ദുഃഖം ആ മല കാണുന്നുണ്ട് എന്നാണ്. അതിന് ആ പ്രകൃതിക്ക് മനുഷ്യാരോപം നൽകിയിരിക്കുക. ഞാൻ ഓടിച്ചാടി കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു. അങ്ങാടി ചന്ത കാണുന്നു എന്നാണ്. ഞാൻ ഓടിച്ചാടി നടന്നിരുന്ന എൻ്റെ കാട്ടിലെ കല്ലുകൾ ഇന്ന് ചന്ത കാണുന്നുണ്ട് എന്ന്. ഒരു പക്ഷേ അവിടെ നിന്ന് ആ കല്ലുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അതും പരിസ്ഥിതി മലിനീകരണം, ഈ പരിസ്ഥിതി ഭീഷണി, കാടിനെ നാടാക്കുന്ന നഗരവൽക്കരണത്തിൻ്റെ സൂചനയാണ്. ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ് എന്നാണ്, തെന്നിപ്പോകുന്നു. അപ്പോൾ മരത്തിൽ സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. മരങ്ങളുണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ പോലും അവിടെ വഴുക്കലാണ്. പണ്ട് എനിക്ക് സുരക്ഷിതത്വമായി ഇരുന്നിരുന്ന അല്ലെങ്കിൽ എൻ്റെ സ്വന്തമായി ഉണ്ടായിരുന്ന എൻ്റെ മരങ്ങൾ, എൻ്റെ കല്ലുകൾ അത് അങ്ങാടികളായി മാറി. എൻ്റെ മരങ്ങളാകട്ടെ വഴുതി തുടങ്ങി. എനിക്കത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് എനിക്ക് പ്രവേശനം നിഷിദ്ധമായി കൊണ്ടിരിക്കുന്നു എന്നാണ്. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി എന്നാണ്. രക്ഷപ്പെടാനായി ശ്രമിച്ച ഏട്ടക്കൂരി ഓടിപ്പോയതാണ്. പല കാലം താണ്ടി
പല നാട് താണ്ടി. പക്ഷെ ഊത്തക്കാലത്തും രക്ഷയില്ല. ഊത്തക്കാലം എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താ, മീനിൻ്റെയൊക്കെ പ്രജനന കാലം. കാരണം അതിൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നൊരു കാലം. നമ്മൾ ട്രോളിംഗ് നിരോധനം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ സമയത്ത് അവരുടെ മത്സ്യങ്ങളിൽ ഉള്ളിൽ കുഞ്ഞുങ്ങളുണ്ടാവും. പക്ഷെ മനുഷ്യരപ്പോഴും അവരെ ഉപദ്രവിക്കുകയാണ്, അവരെ കൊന്നു തിന്നുകയാണ്. അവർക്ക് രക്ഷയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഏതവസ്ഥയിലും എവിടേക്ക് പോയാലും രക്ഷപ്പെടാനില്ല എന്നാണ്. അത് അവരുടെ ആ ഗോത്ര സമൂഹത്തിൻ്റെ ഒരു ആത്മഭാവമായിരിക്കാം അല്ലെ. ആദിവാസികളെ അല്ലെങ്കിൽ കാടുകളെയൊക്കെ സംരക്ഷിക്കുന്നു, അവരെ ഏറ്റെടുക്കുന്നു, അവരെ നാട്ടിലേക്ക് അവർക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്ത് ചെല്ലുന്നവരൊക്കെ അവരെ ചൂഷണം ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, ധാരാളം കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് അല്ലേ. ആദിവാസികളിൽ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, അവർക്ക് ശരിയായ രീതിയിലുള്ളൊരു വികസനം അവർക്ക് കിട്ടുന്നില്ല, ശരിയായൊരു താങ്ങ് അവർക്ക് കിട്ടുന്നില്ല. വെറുതെ പേര് മാത്രമാണ്. അവരെ കൂടി ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോഴും അവരെ മാറ്റി നിർത്തുന്ന ഈ ആധുനിക മനുഷ്യൻ്റെ ഒരു കാഴ്ചപ്പാടിനോടുള്ള ഒരു സങ്കടം, ഒരു പ്രതിഷേധം, ഒരു വേദന ഒക്കെയാണ് അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. എത്രയൊക്കെ കുട്ടിപ്പാടി പറഞ്ഞാലും ഞങ്ങളിപ്പോഴും ഉപേക്ഷിക്കപ്പെട്ടവരാണ് എന്നുള്ള കവിയുടെ ഒരു നൊമ്പരം അതിലുണ്ട്. അപ്പോൾ ഈ കവിതയുടെ പ്രത്യേകത, ഇതിൽ പരിസ്ഥിതി ഒരു വലിയ കഥാപാത്രമായി വരും. ഭൂമിയുടെ പ്രതീകമായി വേണമെങ്കിൽ നമുക്ക് ആ മലകളെ പറയാം. കണ്ണുള്ള മല, അതിൻ്റെ കല്ലുകൾ അടർന്നു വീഴുന്നത്, ചോര വീഴുന്നത് കണ്ട് വേദനിക്കുന്ന എല്ലാം കാണുന്ന ഒരു പ്രകൃതി, അതൊരു തിരിച്ചടി ഉണ്ടായേക്കാം എന്നൊരു ഭീഷണി കൂടി അവിടെ നമുക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഒരു പ്രതിഷേധം കൂടി നമുക്കവിടെ കാണാം. പിന്നെ ഇതിനകത്ത് നമ്മൾ കാണുന്നത് ആ കാട്ടുമുയലിൻ്റെ സൂചനയിലും ഉണ്ട്. വല അതിന് ചുറ്റുമുണ്ടാകാം, അല്ലെങ്കിൽ അത് ശാന്തനായി നടക്കുന്ന വഴികളിലും വല വീണേക്കാം എന്നുള്ള ഒരു സൂചന അവിടെയുണ്ട്. പിന്നെ നമ്മൾ കാണുന്നതെല്ലാം എട്ടക്കുരി എന്നുള്ളത് ഒരു സിമ്പലാണ്, ഒരു ബിംബം ആണ്. ഈ കവിതയുടെ പേരും അത് കെത്തളും എന്നാണ്. കാരണം ആദിവാസി സമൂഹം, ഗോത്ര സമൂഹം അവരെ രക്ഷപ്പെട്ട് എവിടേക്കൊക്കെ ഓടിച്ചെന്നിട്ടും ഏത് കാലത്ത്, ഊത്തക്കാലത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും നല്ല സമയത്ത് പോലും അവർ ചൂഷണം ചെയ്യപ്പെടുന്നു, രക്ഷപ്പെടുന്നില്ല. അവരെന്തൊക്കെ സൗഭാഗ്യങ്ങളുള്ള സമയത്തും യഥാർത്ഥ രീതിയിൽ അവർ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയായി എട്ടക്കുരി എന്ന ഒരു ബിംബമായിട്ട് നമുക്ക് ഈ കവിതയുടെ തലക്കെട്ട് ശീർഷകം നമുക്കങ്ങനെ പരിഗണിക്കാവുന്നതാണ്.